മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നടൻ മോഹൻലാൽ രാജിവെച്ചു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. അത് മാത്രമല്ല, അമ്മയുടെ ഭരണസമിതിയിലെ 17 അംഗങ്ങളും രാജിവെച്ചു. ഇതോടെ ഭരണസമിതി പിരിച്ചുവിട്ടതായും മോഹൻലാൽ രാജിവെച്ചതായും മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും അനുബന്ധമായി അമ്മയുടെ ഭാരവാഹികളായ സിദ്ദിഖും മണിയമ്പിള്ള രാജുവും അടക്കമുള്ളവർക്കെതിരെ ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഒരു പ്രതികരണം പോലും നടത്താതെയാണ് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. മോഹൻലാലിന്റെ ഈ പ്രതികരണ ശേഷിയില്ലായ്മ നമ്മൾ ഇത് ആദ്യമായല്ല കാണുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഒക്കെ വരുന്നതിന് കാരണമായ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ കാലം മുതൽ മോഹൻലാലിന്റെ ഈ പ്രതികരണ ശേഷിയില്ലായ്മ മലയാള സമൂഹം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒരു വാക്കുരിയാടാതെ, ഒരു വാക്ക് പ്രതികരിക്കാതെ മോഹൻലാൽ എന്നും നിശബ്ദതയിൽ സ്വയം പുൽകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം അമ്മ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ, താരസംഘടനയായ അമ്മ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മോഹൻലാൽ ഒരു വാക്കുരിയാടാതെ നിശബ്ദനായിരുന്ന പേപ്പറിൽ എന്തോ കുത്തിക്കുറിക്കുന്നതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇപ്പോഴും മലയാളിയുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. അതിനുശേഷം ഇപ്പോഴിതാ ആ സംഭവത്തിന് ശേഷം നിയമിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് അതിനോടൊപ്പം പല ലൈംഗികാതിക്രമ പരാതികൾ അമ്മയുടെ ഭാരവാഹിയായ സിദ്ദിഖിനെതിരെ, മണിയമ്പിള്ള രാജുവിനെതിരെ, ബാബുരാജിനെതിരെ ഇങ്ങനെ നിരവധി പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ പോലും ഒരു പ്രതികരണം നടത്താൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നായക നടനായ മോഹൻലാൽ തയ്യാറാവുന്നില്ല എന്നത് ശ്രദ്ധേയമായ വസ്തുത തന്നെയാണ്. ഒരു പ്രതികരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ തന്നെയാകണം ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം പോലും നടത്താതെ ഒരു രാജി മോഹൻലാൽ ഇപ്പോൾ സമർപ്പിച്ചത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും അമ്മയുടെ ഭരണം ഇനി അഡ്ഹോക് കമ്മിറ്റി ആയിരിക്കും നിയന്ത്രിക്കുക. എന്തായാലും മോഹൻലാലിന് ചില വാക്കുകൾ പറയാതെ, ചില പ്രതികരണങ്ങൾ നടത്താതെ കടന്നു പോകാനാവില്ല. കാരണം മലയാള സിനിമയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടി കേരളത്തിൻ്റെ തെരുവുകളിൽ വെച്ച് ആക്രമിക്കപ്പെട്ടതിന് ശേഷമായിരുന്നു. അതിനുശേഷം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന വ്യക്തിയാണ് മോഹൻലാൽ. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തമുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് മോഹൻലാൽ. പക്ഷെ അതിനുശേഷവും നിരവധി ലൈംഗികാതിക്രമങ്ങൾ മലയാള സിനിമയിൽ നടന്നു എന്ന് തെളിയിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. നിരവധി സംവിധായകർക്കെതിരെ, പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെ, നിർമ്മാതാക്കൾക്കെതിരെ, അങ്ങനെ സിനിമാ മേഖലയുടെ പല തുറയിൽപ്പെട്ട പ്രധാനികൾക്കെതിരെ ഇതിനോടകം ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്നു വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം ഉത്തരം പറയാനുള്ള ഒരു ബാധ്യത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് 3 ടേം തുടർച്ചയായിരുന്ന മോഹൻലാലിനുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ കാണാതെ പോകരുത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു ലൈംഗിക അതിക്രമ പരാതി CPMന്റെ MLA ആയിട്ടുള്ള മുകേഷിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. മുകേഷിനെതിരെ അന്വേഷണം ഉൾപ്പെടെ നടത്താൻ തയ്യാറാണെന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന തിരക്കിലാണ് കേരളത്തിലെ പ്രതിപക്ഷം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവശ്യപ്പെടുന്നത് മുകേഷ് രാജിവെക്കണമെന്നാണ്. പക്ഷെ അപ്പോൾ ഇത് പറഞ്ഞ് VD സതീശൻ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 2 വ്യക്തികളെ കാണാതെ പോകുന്നത് ശരിയല്ല. ആ 2 വ്യക്തികൾ കേരളത്തിൽ ബലാത്സംഗ കേസ് നേരിടുന്ന 2 MLA മാരാണ്. ആ 2 പേരും കോൺഗ്രസ്സുകാരാണ്. ഒന്ന് എൽദോസ് കുന്നപ്പള്ളി എന്ന പെരുമ്പാവൂർ MLA, മറ്റൊന്ന് കോവളം MLA ആയിട്ടുള്ള M വിൻസെന്റ്. ഇരുവർക്കുമെതിരെ ബലാത്സംഗ കുറ്റം പോലീസ് ചുമത്തിയിട്ടുണ്ട്. പക്ഷെ അവരിരുവരും രാജിവെച്ചതായി നമ്മൾ ആരും കേട്ടിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ മുഴുവൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദത്തെയും മുകേഷിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ പ്രതിപക്ഷവും BJPയും. അതിൻ്റെ ലക്ഷ്യം തന്നെ അവരുടെ ഇഷ്ടക്കാരായ മലയാള സിനിമയിലെ പ്രധാനികളെ രക്ഷിച്ചെടുക്കലാണ് എന്നത് മറ്റൊരു വസ്തുത. എന്തായാലും മോഹൻലാലിൻ്റെ രാജിയോടുകൂടി ഈ പ്രശ്നം അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. ഇനിയും രാജികളുണ്ടാകും, ഇനിയും പരാതികൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. ഈ പ്രളയജലം വമ്പന്മാർ വീഴുക തന്നെ ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. ആ രീതിയിലുള്ള ആരോപണങ്ങളും അതിക്രമ പരാതികളുമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമ ചരിത്രം തന്നെ മാറ്റിയെഴുതുന്ന ഒന്നായി മാറുന്നു എന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ും